വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിലവിലുള്ള വലിയ സഹായം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 46 അധ്യായം 1 വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, നമ്മുടെ കർത്താവ് ഒരു അതിസമയത്തുള്ള സഹായമാണെന്ന്. അതിനർത്ഥം തൽക്ഷണ സഹായം എന്നാണ്. കർത്താവ് നമ്മുടെ സങ്കേതവും ശക്തിയുമാണ്. തൽക്ഷണമല്ലെങ്കിൽ ഉടനടി സഹായിയായി അവിടെയുണ്ട്. ചില സഹോദരിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് വളരെ പിന്തുണ നൽകുന്നു. പലചരക്ക്, പച്ചക്കറി, ഷോപ്പിംഗ് എല്ലാം അദ്ദേഹം ചെയ്യും. അദ്ദേഹം കുട്ടികളെ ഒരുക്കി സ്കൂളിൽ കൊണ്ടുപോകും. അദ്ദേഹം എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന പങ്കാളിയാണെന്ന്. ചില സഹോദരിമാർ തങ്ങളുടെ അമ്മായിയമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു, മറ്റ് അമ്മായിയമ്മമാരും എൻ്റെ സ്വന്തം അമ്മായിയമ്മയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവർ സ്വന്തം മകളെ പോലെ എന്നെ പരിപാലിക്കുന്നു. മറ്റു ചിലർ തങ്ങളുടെ ഭൂവുടമകളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ വാടകയ്ക്കൊരു പുതിയ വീട്ടിലേക്ക് മാറി. വീട്ടുടമ വളരെ സഹായകരമാണ്. നാം എന്ത് ചെയ്താലും തേടിയാലും അദ്ദേഹം അത് ഉടനടി ചെയ്യുന്നു എന്ന്. ദൈവത്തിന്റെ സഹായം ഏതൊരു മനുഷ്യ സഹായത്തെക്കാളും അനന്തമായി ഉയർന്നതാണ്. കർത്താവ് നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ അടുത്ത സഹായവുമാകുമ്പോൾ ആ സഹായം നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സഹായത്തെ തൽക്ഷണം എന്ന് വിളിക്കുന്നത്. ഞാൻ സഹായിക്കും എന്ന് കർത്താവ് എത്ര ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുന്നു എന്ന് നോക്കൂ. അവൻ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഉത്തരമരുളും, അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും എന്ന് യെശയ്യാവ് 65 അധ്യായം 24 വാക്യത്തിൽ പറയുന്നു. അതുപോലെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് സങ്കീർത്തനം 91 അധ്യായം 15 വാക്യത്തിലും പറയുന്നു. ദാനിയേലിന്റെ ജീവിതം വായിക്കുമ്പോൾ അപകട സമയത്ത് കർത്താവ് അവനോട് എങ്ങനെ വളരെ സന്നിഹിതനായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവൻ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ടപ്പോഴും യഹോവ അവനോട് കൂടെ നിന്ന് സിംഹങ്ങളുടെ വായടച്ചു. ആ സഹായം വെറും 5 മിനിറ്റ് കഴിഞ്ഞ് എത്തിയിരുന്നുവെങ്കിൽ പോലും ഒരു പ്രയോജനവും ഉണ്ടാകുമായിരുന്നില്ല. അതിനാൽ ദാനിയേലിനെ ഗുഹയിൽ എറിയുന്നതിന് മുൻപ് തന്നെ സിംഹങ്ങളുടെ വായ കെട്ടാൻ കർത്താവ് തന്റെ ദൂതനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അയച്ചിരുന്നു. ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ഗ്രഹിക്കുവാനും നിന്റെ ദൈവത്തിന് മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാനും നീ മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്കുകൾ കേട്ടു. നിന്റെ വാക്കുകൾ നിമിത്തം ഞാൻ വന്നിരിക്കുന്നു എന്ന്. ഇത് ദാനിയേൽ 10 അധ്യായം 12 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും തീച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോഴും ദൈവം ഒരു സങ്കേതവും സന്നിഹിതനുമായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ തടവിലാക്കപ്പെട്ടപ്പോൾ ദൈവം അവന്റെ അഭയവും സഹായവുമായിരുന്നു. ദൈവമക്കളെ, അതേ, കർത്താവ് നിങ്ങളുടെ സങ്കേതവും സഹായവുമായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 17 അധ്യായം 17-18 വാക്യങ്ങൾ. നീ എനിക്ക് ഭയങ്കരനാകരുതേ, അനർത്ഥ ദിവസത്തിൽ എന്റെ ശരണം നീയല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകട്ടെ, ഞാൻ ലജ്ജിച്ചു പോകരുതേ. അവർ ഭ്രമിച്ചു പോകട്ടെ, ഞാൻ ഭ്രമിച്ചു പോകരുതേ. അവർക്ക് അനർത്ഥ ദിവസം വരുത്തി തകർത്ത് നശിപ്പിക്കണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 51, 52, 53 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 2 അധ്യായം. ആമേൻ.